നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, നമുക്കോരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കർമ്മമെങ്കിലും ഉണ്ടാകും. ആ കർമ്മത്തിലൂടെ നമുക്ക് എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് ആധ്യാത്മിക ഗുരുക്കന്മാർ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മം എന്താണെന്ന് കണ്ടെത്തി അത് യഥാവിധി ചെയ്താൽ പുരോഗതി സുനിശ്ചിതമാണ്. അടുക്കളയിൽ പാകം ചെയ്യുന്നത് മുതൽ ഭരണസാരഥ്യം വഹിക്കുന്നതുവരെ, ശുചീകരണ കർമ്മം മുതൽ യുദ്ധം നയിക്കുന്നതുവരെ എന്തെല്ലാം തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. സംഗീതം, ചിത്രരചന, നൃത്തം, അഭിനയം, കായിക വിനോദങ്ങൾ, നെയ്ത്ത്, തുന്നൽ, മരപ്പണി, കെട്ടിട നിർമ്മാണം, കൈത്തൊഴിലുകൾ, അധ്യാപനം, പ്രസംഗം, എഴുത്ത്, സംഘാടകത്വം, ആതുര ശുശ്രൂഷ, വൈദ്യവൃത്തി, ശിശുപരിപാലനം, കൃഷി, കച്ചവടം, പൂന്തോട്ട നിർമ്മാണം, കന്നുകാലി വളർത്തൽ തുടങ്ങി അനേക ശതം കർമ്മങ്ങളിൽ ഒന്നിലെങ്കിലും നമുക്ക് അഭിരുചിയും വാസനയും ഉണ്ടാകാതെ വരില്ല. ആ കർമ്മത്തിൽ ആത്മാർത്ഥതയോടെ ഏർപ്പെട്ട് അതിൽ പ്രാവീണ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കർമ്മം ഏതാണെങ്കിലും അത് നമ്മെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കർമ്മത്തിന് പൂർണ്ണത നൽകുന്ന ഘടകങ്ങളെ കുറിച്ച് പറയാം. യാതൊന്നാണോ ശ്രദ്ധയോടെ, അറിവോടെ, ധ്യാനപൂർവകമായും ചെയ്യപ്പെടുന്നത് അതാണ് ഏറ്റവും സമർത്ഥമായ കർമ്മം. യാതൊന്നാണോ ശ്രദ്ധയോടെയും അറിവോടെയും ധ്യാനപൂർവകമായും ചെയ്യപ്പെടുന്നത് അതാണ് ഏറ്റവും സമർത്ഥമായ കർമ്മം. നാം ചെയ്യുന്ന കർമ്മത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചുമുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ചുള്ള സൈദ്ധാന്തികമായും പ്രായോഗികവുമായിട്ടുള്ള അറിവ് നാം നേടിയിരിക്കണം. നാം പ്രവർത്തിക്കുന്ന കർമ്മമേഖലയിലെ വിദഗ്ധന്മാരുമായുള്ള സമ്പർക്കത്തിലൂടെ, അവരിൽ നിന്ന് പരിശീലനം നേടുന്നതിലൂടെ ഇത് സമ്പാദിക്കാം. അറിവിനോടൊപ്പം ആവശ്യമായ അടുത്ത സംഗതി ശ്രദ്ധയാണ്. അനിർവചനീയമായ ഒരു ഗുണവിശേഷമാണ് ഈ ശ്രദ്ധ. നാം ഒരു കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ഗുണം ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. ഊർജ്ജസ്വലതയോടെയും ഏകാഗ്രതയോടെയും കർമ്മത്തിൽ ഏർപ്പെടാൻ ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. കർമ്മത്തിന് പൂർണ്ണത നേടിക്കൊടുക്കുന്ന മൂന്നാമത്തെ ഘടകം ധ്യാനപരതയാണ്. നമ്മുടെ കർമ്മത്തെ പ്രശാന്തമായ ധ്യാനത്തിലൂടെ, ഏകാഗ്രമായ മുഴുകലിലൂടെ നേർവഴിക്ക് നയിക്കണം. ഈ മുഴുകൽ കർമ്മകുശലതയുടെ മർമ്മമാണ്. ഇങ്ങനെ അറിവും ശ്രദ്ധയും ധ്യാനാത്മകതയുമാകുന്ന ഈ മൂന്ന് ചൈതന്യ സ്രോതസ്സുകളെയും ആശ്രയിച്ച് ചെയ്യുന്ന ഏത് കർമ്മവും അങ്ങേയറ്റം കാര്യക്ഷമമായിരിക്കും. ഏതു കർമ്മമാണെങ്കിലും തന്മയത്തോടെ ചെയ്താൽ യോഗ തുല്യമാകുമെന്നുള്ളതിന് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ബഹിർമുഖമായി ചഞ്ചലപ്പെടുന്ന മനസ്സിനെ ഏകാഗ്രമാക്കാൻ കർമ്മത്തിൽ മുഴുകുന്നത് കൊണ്ട് തന്നെ സാധിക്കും. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ അവധൂതൻ തൻ്റെ 24 ഗുരുക്കന്മാരിൽ ഒരാളായി എണ്ണുന്ന ഇഷുകാരൻ എന്ന് പറഞ്ഞാൽ അമ്പുകൾ ഉണ്ടാക്കുന്ന കൊല്ലൻ. ഇഷുകാരൻ്റെ ഉദാഹരണമുണ്ട്. കുറേ അധികം അമ്പുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കണമെന്ന് രാജാവ് ഇഷുകാരനോട് ആജ്ഞാപിച്ചു. ഇഷുകാരൻ തൻ്റെ കർമ്മത്തിൽ മുഴുകി. ആ സമയത്ത് രാജാവ് ഇഷുകാരൻ്റെ ആലയ്ക്ക് മുന്നിലൂടെ സപരിവാരം ഘോഷയാത്ര നടത്തി. പക്ഷേ ആരവപൂരം നിറഞ്ഞ ആ ഘോഷയാത്ര ഇഷുകാരൻ അറിഞ്ഞതേയില്ല. സ്വന്തം കർമ്മത്തിൽ മുഴുകിയതിനാൽ അയാളുടെ മനസ്സിനെ ബാഹ്യ കോലാഹലങ്ങൾക്കൊന്നും വ്യതിചലിപ്പിക്കാനായില്ല. ആത്മാർത്ഥമായി സ്വന്തം കർമ്മം ചെയ്യുന്നതുകൊണ്ട് മഹത്തായ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ആചാര്യന്മാർ ഉപദേശിക്കുന്നു. സ്വകർമ്മം ചെയ്യുമ്പോഴുണ്ടാകുന്ന തന്മയത്വം ആനന്ദത്തിൻ്റെ ഉറവയാകുന്നു. കർമ്മം ചെയ്യുന്നതിൽ തന്നെ എല്ലാം വന്നണയുന്നു. കുട്ടി കളിയിലെ ആനന്ദത്തിനു വേണ്ടി കളിക്കുന്നു. ഇതിൽ നിന്ന് അവന് വ്യായാമ ഫലം സ്വയമേവ ലഭിക്കുന്നു. എന്നാൽ ആ ഫലത്തെപ്പറ്റി അവന് ചിന്തയില്ല. അവൻ്റെ ആനന്ദം മുഴുവൻ കളിയിലാണ്.
ധ്യാനത്തോടൊപ്പം കാരുണ്യം കൂടി ഒരാൾ നേടുമ്പോൾ അത് സ്വർണത്തിന് സുഗന്ധമുണ്ടാക്കുന്നത് പോലെയാണെന്ന് അമ്മ പറയുന്നു. ധ്യാനതുല്യമായി ചെയ്യപ്പെടുന്ന കർമ്മത്തിനും ആത്യന്തിക ധന്യത കൈവരിക്കണമെങ്കിൽ അതിൽ കാരുണ്യം കൂടി ചേരണം. സ്വകർമ്മത്തെ അന്യർക്ക് ഉപകരിക്കുന്നതാക്കി തീർക്കുന്ന ത്യാഗം കൂടി ഉണ്ടാകണം. അപ്പോഴാണ് പരമസിദ്ധി കൈവരിക്കുന്നത്. ഹരി ഓം നമഃ ശിവായ.